ഹായ്, ഈ വീഡിയോ ഞാൻ കുറച്ച് നാൾ മുമ്പ് എടുത്ത വീഡിയോ ആണ്. ഞാൻ കണ്ണൂർ പോയ സമയത്ത് എടുത്ത വീഡിയോ ആണ്. കണ്ണൂർ പോയിട്ട് ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് റിട്ടേൺ വരുന്ന വഴിക്ക് ഞങ്ങൾ മുഴുപ്പിലങ്ങാടി ബീച്ചിൽ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 11 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മുഴുപ്പിലങ്ങാടി ബീച്ചിലെത്തുന്നത്. അപ്പോൾ ബീച്ചിൽ ഒരു ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാൻ ഏകദേശം ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഒന്ന് തൊട്ടടുത്ത ബീച്ചിൻ്റെ എൻട്രൻസിൽ സൈഡിൽ തന്നെയായിട്ട് ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ട്. ലീ കവിയർ എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന എൻട്രൻസിൽ തന്നെ ഞങ്ങൾ അവിടെ ഒരു ഫ്രീസറിൽ കുറച്ച് മീനുകൾ വെച്ചിരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മൾക്ക് ആവശ്യമുള്ള ഫ്രൈയോ കാര്യങ്ങളോ ചെയ്യാനുള്ള മീനാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മീനിനെ വെയ് ചെയ്തിട്ട് അതിൻ്റെ പ്രൈസിങ്ങിലാണ് ആ ഫിഷിൻ്റെ റേറ്റ് വരുന്നത്. ആസ് പെർ സൈസിലാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം ഏത് മീൻ വേണമെന്നുള്ളത്. അത് സെലക്ട് ചെയ്താൽ അവർ അവിടെ നിന്ന് വെയ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തവ ഫ്രൈയോ അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്തിട്ട് നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫിഷ് എടുത്ത് വെയ് ചെയ്ത് അവർക്ക് അവിടെ കൊടുത്ത് തവ ഫ്രൈ ചെയ്യാൻ പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ നേരെ അവരുടെ ഡൈനിങ് സ്പേസിലോട്ട് പോയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ആക്കിയത് അവരുടെ മീൽസാണ്. സാധാരണ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു മീൽസിലുള്ള എല്ലാ കറികളും തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവിയൽ, സാമ്പാർ, പിന്നെ ക്യാബേജ് തോരൻ, കൂട്ടുകറി, പിന്നെ പച്ചടി, അതുപോലെ തന്നെ കുറച്ച് തേങ്ങാ ചെമ്മീൻ മിക്സ് ചെയ്തിട്ടുള്ള ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ മട്ടയരിയും വന്നിരുന്നു. അപ്പോൾ അതിൽ നടുക്ക് ഒരു ചെറിയൊരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് സാമ്പാർ ഒഴിച്ചു. അതുകൂടാതെ തന്നെ അവരുടെ മീൻ ചാറും ഞാൻ അതിൻ്റെ സൈഡിലായിട്ട് ഒഴിച്ചിട്ട് ഞാൻ എൻ്റെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പൊതുവേ സദ്യയും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ആ ഇലയിൽ വിളമ്പിയിരിക്കുന്ന എല്ലാ കറികളും വടിച്ച് തീർക്കണം എന്നുള്ളൊരു മൈൻഡുള്ളൊരു പൊതുവേ ഞാൻ സദ്യ കഴിച്ച് തുടങ്ങുന്ന ഓരോ കറിയും വെച്ചിട്ട് ആദ്യം തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കുഴച്ചാണ് കഴിക്കാറ്. ഇങ്ങനെ കഴിക്കുന്നത് എൻ്റെ വൈഫിനൊട്ടും തന്നെ ഇഷ്ടപ്പെടാറുമില്ല. പുള്ളിക്കാരത്തി പറഞ്ഞാൽ ഇതിനെ എങ്ങനെ കഴിക്കണമെന്ന്. പക്ഷേ എനിക്കെന്തോ അങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കറികളുടെയും ടേസ്റ്റ് കൂടി വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഇന്നൊരു സ്പെസിഫിക് കറിയുടെ മാത്രം ടേസ്റ്റ് അറിയാനായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. പക്ഷേ ഞാൻ എപ്പോഴും അതിലൊരു പുതിയൊരു കോമ്പിനേഷൻ, കാരണം പുതിയ കറികൾ 2-3 കറികളൊക്കെ കോംബോ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് വേറെ ആയിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ടേസ്റ്റുകളൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് മിക്കപ്പോഴും കഴിക്കാറ്. അങ്ങനെയൊക്കെ ഞാൻ കഴിച്ച ഒരു റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത തവ ഫ്രൈ വന്നു. അതുകൂടാതെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചെമ്മീൻ റോസ്റ്റും അതുപോലെ ചെമ്മീൻ തവ ഫ്രൈയും പറഞ്ഞു. അത് രണ്ടും ഓരോ പീസൊക്കെ എടുത്ത് നേരെ ചോറൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് നല്ലപോലെ ആസ്വദിച്ച് ഞാൻ കഴിച്ചു. എനിക്ക് അവിടെ നിന്ന് കഴിച്ച സീ ഫുഡിൻ്റെ ഡിഷുകളെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ കഴിച്ച എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അമോർ ഫ്രൈയും എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ എൻ്റെ ഇലയിൽ വിളമ്പിരുന്ന എല്ലാ കറികളും പിന്നെ അതുപോലെ സ്പെഷ്യലായിട്ട് വാങ്ങി എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഗോതമ്പ് പായസം ഇട്ട് വന്നായിരുന്നു. ഗോതമ്പ് പായസവും പിന്നെ പപ്പടവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അതും കൂടി കുഴച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളിയായിട്ട് നല്ല ഡെസേർട്ടും കഴിച്ച് നല്ല അടിപൊളി സീ ഫുഡ് സദ്യ കഴിച്ചു കഴിഞ്ഞു. എനിക്കെന്തായാലും ഇവിടുന്ന് കഴിച്ച ഫുഡ് ഇഷ്ടപ്പെട്ടിരുന്നു. നിങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.